ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്കതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യാം. നമ്മളിതാ സവോള വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞിടാം. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഉള്ളി ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മളപ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ പാൻ വെച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ആ മുട്ടയ്ക്കകത്തേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നു. അല്പം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ആയാൽ ഉപ്പ് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ചില്ലിയും ഉപ്പും എല്ലാം കൂടെ കൂടി ഒന്ന് ഇളകിയിട്ടുണ്ട്. ഇതാ നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം നമുക്ക് അതിനുള്ളിൽ ഒഴിക്കാനുള്ള മസാല അതൊന്ന് പതുക്കെ വഴറ്റി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നമ്മുടെ പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടായിട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്യണം, വിടിപ്പിക്കണ്ട. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇടാം, വിട്ടിട്ടില്ല. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മുരിച്ചെടുക്കുവാണ്. നെയ്യിൽ തന്നെ നമ്മളിത് മുരിച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നന്നായിട്ട് നെയ്യ് ഒഴിച്ച് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ചൂടാക്കി എടുക്കുക. ഇതാ നമ്മുടെ ബണ്ണ് ഇവിടെ നന്നായിട്ട് മൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ദേ അതിൽ നിന്നുണ്ടോ നെയ്യ് ഇങ്ങനെ ഒഴുകി ചാടുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് നമ്മൾ നെയ്യിൽ റെഡിയാക്കി എടുത്താൽ കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. നെയ്യ് ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യും. കുട്ടികളുടെ ബുദ്ധിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബണ്ണിത പതുക്കെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ആദ്യം ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ഇനി നമ്മൾ അതിനകത്തേക്ക് എഗ്ഗ് വെച്ച് കൊടുക്കുവാണ്. കണ്ടോ, ഇതേ എഗ്ഗ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ അരപ്പ് അതിൽ ഫില്ല് ചെയ്യണം. നമുക്ക് അടുത്തത് അതുപോലെ തന്നെ ചെയ്യാം. അടുത്തത് നമ്മളിത് ഓപ്പണാക്കി നമ്മുടെ ഗ്രേവിയൊക്കെ വെച്ച് കൊടുത്തു. എഗ്ഗ് അതുപോലെ തന്നെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുവാണേ. വീണ്ടും നമ്മൾ ആ ഗ്രേവി വഴറ്റി വെച്ചേക്കുന്ന ഗ്രേവി എടുത്തിട്ട് നമ്മൾ വീണ്ടും ആക്കി കൊടുക്കുക കേട്ടോ. നമ്മളിനി ഇതിനെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ബൺ സാൻഡ്വിച്ച് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നെയ്യൊക്കെ ഒഴിച്ച് മുട്ടയും നെയ്യും തക്കാളിയും സവോളയും കുരുമുളക് പൊടി എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുക. നമ്മൾ ഇതുപോലെ സാൻഡ്വിച്ചൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. അവർ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം.